ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ കാണാൻ പോകുന്ന ഡേവിഡി ടെയിൽ ടോക്സിൽ ഒരു ഗംഭീര എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ വരാൻ പോകുന്നത് ബഞ്ചി ജമ്പിങ്ങും അതുമായി ബന്ധപ്പെട്ട ഗെയിമൊക്കെയാണ്. ഗെയിമല്ല, അതുപോലത്തെ പരിപാടികളാണ്. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടികളാണ് കാണാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ തായ്ലൻഡ് എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബഞ്ചി ജമ്പിങ്ങിനായിട്ട് വരുന്നത് ജിജിത് സാറാണ്. ഞങ്ങളോടൊക്കെ പറഞ്ഞു ഞങ്ങളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഒരു സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ആ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നതും എല്ലാം നിങ്ങൾക്ക് കാണാം. അതിനുശേഷം അതോട് തുടർന്ന് നമ്മുടെ ബഞ്ചി ജമ്പിങ്ങും കാണാം. ഞങ്ങളങ്ങനെ ബഞ്ചി ജമ്പിങ്ങിനായിട്ട് പോകാനായിട്ട് റെഡി ആവണം. അപ്പോൾ ടാക്സിയുടെ കാര്യങ്ങൾ അയാളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അങ്ങോട്ട് ടാക്സിയിൽ പോകാനുള്ളൊരു പരിപാടിയാണ്. ഇത് ഈ കാറിൽ പോകാനുള്ള ഒരു പരിപാടിയാണ്. ബാത്ത് പറഞ്ഞു അയാൾ. 500 ബാത്ത് പറഞ്ഞിട്ട് 500 ബാത്താണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 500 ബാത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഇത്രയും രൂപയുണ്ടോ? 6 കിലോമീറ്റർ. ഞങ്ങൾ ടാക്സി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളൊരു ബൈക്ക് റെൻറ്റിന് എടുക്കാനുള്ള ഒരു പരിപാടിയാണ്. ബൈക്ക് റെൻറ്റും ഉണ്ട് അവന്. പുള്ളിക്ക് എല്ലാ ബൈക്ക് റെൻറ്റും പരിപാടികളൊക്കെ ഉണ്ട്. ഓ, ഇത് ഹെവി ബൈക്കാണല്ലോ. ഓ, അവൻ 1 ഡേക്ക് തരൂലേ? ഉഗ്രം ബൈക്കായിരുന്നു. പക്ഷേ അയാൾ 3 ദിവസത്തേക്കാണ് നമുക്ക് തരുള്ളൂ. 1 ദിവസത്തിനായിട്ട് തരില്ല എന്നാണ് പറയണേ. ഇനിയിപ്പോൾ വേറെ ബൈക്ക് നോക്കി പോയിക്കൊണ്ടിരിക്കുക. കട്ട വെയിൽ, ഒരു രക്ഷയില്ല സത്യം. അങ്ങനെ ഒരു ബൈക്ക് തേടി ഞങ്ങൾ ബൈക്ക് റെൻറ്റിൻ്റെ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ബൈക്ക് റെൻറ്റ് 200 ബാത്തും ഉണ്ട്, 300 ബാത്തും ഉണ്ട്. രണ്ട് 1 ഡേ. ഫുൾ അല്ലേ? ഇവർ ഈ 1 ദിവസമായിട്ടുണ്ട് തരാത്തായിരിക്കും അല്ലേ? ആര് പറഞ്ഞു? നോ, 1 day. മിനിമം 3 ഡേ. ചാടാ. ഹോൺ അടിക്കുന്ന പരിപാടിയില്ല ഇവിടെ. അത് അടിപൊളിയാണ്. ഒരു വണ്ടി വന്നുണ്ട്. ചോദിക്കണ്ടോ? ബഞ്ചി ജമ്പിങ്, ബഞ്ചി ജമ്പിങ്, ബഞ്ചി ജമ്പിങ്, ബഞ്ചി ജമ്പിങ്, ജമ്പിങ്. നോ വലിയ പാട് തന്നെ കേട്ടോ പറഞ്ഞ് മനസ്സിലാക്കാൻ. Chonburi. How much? Drop, return. Go and come. You wait. Bungee jumping, you wait. No. എന്താ അയാളോട് ചോദിച്ചു. പോലെ വണ്ടി വരുന്നുണ്ട്, പക്ഷെ ഒരാൾക്കും മനസ്സിലാവുന്നില്ല പറയണത്. ഇത് കുറച്ച് ദൂരെയാണ് ഈ ബഞ്ചി ജമ്പിങ്, കുറച്ച് അങ്ങ് പോകണം. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 വീലർ എടുക്കാൻ നോക്കിയിട്ട് നടക്കാനുള്ള, 3 വീലറും പറ്റില്ല, 4 വീലറും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ആകെ പണിയാണ് സഹോദരങ്ങളെ, പണിയാണ്. ഒടുക്കത്ത വെയിൽ. ഇനി അവൻ വെയിറ്റ് വിടുമോ?
ലാസ്റ്റ് ഇപ്പോൾ അവനെ തന്നെ പോയി നോക്കിയാലോ എന്ന് പറയുന്നുണ്ട്. ഏത് ആദ്യത്തെ ആളില്ലേ, പുള്ളി 500 ബാത്താണ് പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പോയി വെയിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഒരു ഹിന്ദി റെസ്റ്റോറൻറ്റിൻ്റെ ആളാണ്, അങ്ങനെ സംസാരിച്ചു. അയാളോട് ടാക്സി ചോദിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഒരു രക്ഷയില്ല. ഇത് കണ്ടോ, ഇതെന്താന്ന് നോക്ക്. ഗ്രേറ്റ് വീട്, ഗ്രേറ്റ് പ്രൈസസ്, ഗ്രേറ്റ് ചോയ്സ്. ക്ലോസ്ഡ് ആണ്. ഇത് കഞ്ചാവിൻ്റെ ഷോപ്പാണ്, കഞ്ചാവിൻ്റെ ഷോപ്പാണ്. ചെടിയൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ട്, സോറി മർജുവാനയുടെ ഷോപ്പാണ്. അതിൻ്റെ പേരല്ലേ കഞ്ചാവ്. ബാ, ഞങ്ങൾ തിരിച്ച് വീണ്ടും നമ്മളുടെ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ എത്തി. ഞങ്ങളിവിടെ വീണ്ടും ചോദിച്ച ആളോട് വീണ്ടും പോയി ചോദിക്കാനുള്ള ഒരു പരിപാടിയാണ്. നോക്കാം, അയാളെ കാണുന്നില്ല. എന്നിട്ടോ ഇവിടെ ഡ്രൈവിംഗ് ഒക്കെ അടിപൊളിയല്ല ആൾക്ക്. ഇയാള് അങ്ങനെ ഇയാളുടെ അടുത്ത് വീണ്ടും വന്നേക്കാണ്. പുള്ളി വേറൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വേറെ എന്തോ കാറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുള്ളി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ പുള്ളിയുടെ ജാടയായി. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരാളല്ല. ഇയാൾ നല്ല ആളാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണ്ട. ഇവിടെ ATM വന്നാണ്. ATM എന്തോ സെറ്റ് ആവുന്നില്ല, പറഞ്ഞു കൊടുക്കുകയാണ് പുള്ളി. നല്ല മനുഷ്യനാണ്. Hello. I speak my friend. Huh? How much? 500 baht go and back. No, you told 400. No? Okay. For Fana. Not Pukao, not 19, not Fana. Okay. They'll wait. Okay, you go wait here. ഓക്കെ. We come. You go wait here. നല്ല ആളാട്ടോ, നല്ല ആളാ. I speak my friend. Come back. പുള്ളി വന്നു. അങ്ങനെ ഞങ്ങൾ കാറിൻ്റെ അകത്ത് കയറി. വിശാലമായിട്ടൊരു കാറാണ്, ഇഷ്ടംപോലെ സ്ഥലവും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കർപ്പൂരത്തിന്റെ മണമുണ്ട്. ചെറുങ്ങനെ നെഞ്ചത്തുള്ള അടി കൂടിയ പോലെ ഒരു ഫീലിംഗ്. ഇല്ല എന്തോ ഒരു ഫോറിനറാണ് അയാൾ. അടിപൊളിയാ. ഞങ്ങൾക്ക് എന്തിനാ ടെൻഷൻ? നിങ്ങൾ ആരെങ്കിലും ഒരാൾ ആദ്യം ചാടിയിട്ടേ ഞാൻ ചാടും. അപ്പൊ നിങ്ങള് ഇന്ന് ചാടുന്നില്ലേ? ബങ്കി ജംപ് വാട്ടർ പാർക്ക് നമുക്ക് കേറാം. ഫോറിനർ അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. യെസ്, അങ്ങനെ ഞങ്ങള് ബങ്കി ജമ്പിങ്ങിന്റെ അടുത്തെത്തി. ഇവിടെ തന്നെയാണ് സംഭവം. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത്ര ലെവലിലൊന്നും ഇല്ലെങ്കിൽ കൂടിയും ആണ്. ഇതിൽ പൊക്കിക്കൊണ്ടുപോകും നിങ്ങളെ. ദേ അതിലിരിക്കാം, കണ്ടോ? Hi. Hello. Okay, you must be the guys from Kerala, right? Yes. Best food in India, I reckon. Yes, definitely. Why not? I stay nearby that. Oh, really? Yeah. I was, there's a cool little restaurant there called the 1980s restaurant or something, or 80s throwback. Yeah, 1986 നമ്മുടെ മറ്റേ പുള്ളിയുടെ Yes. അബു സലീമിന്റെ 1986 restaurant. Yes, it's there. അബു സലീം. This place, eh? 1980s. Yes, 1980s. Yes. Yeah, this is not far from there. അവർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. So when this will open? 3 months. 3 months. That's good. So this is from a couple of weeks ago up there. So they're just starting construction up there now. Oh, wow. And so what it is up here, I'll show you the bottom. So that's going to be a natural. Actually, not quite natural, because at the bottom there's picture at the bottom. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളുടെ ബഞ്ചി ജമ്പിങ്ങിന് വേണ്ടിയിട്ട് സാറിന് വേണ്ടിയിട്ട് നമ്മൾ ഫില്ല് ചെയ്യാണ്. ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. ഇങ്ങനെ ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ഫോമൊക്കെ ഉണ്ട്, സ്ഥലം, നമ്മുടെ കൺട്രി, കാര്യങ്ങളെല്ലാം, പാസ്പോർട്ട് നമ്പർ വേണം, അതുപോലെ ഇമെയിൽ അഡ്രസ്സ്, പാസ്പോർട്ട് നമ്പർ എന്തായാലും കൊണ്ടുവരണം. സോ കൺട്രി ഇതെല്ലാം എഴുതിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. സിമ്പിളായിട്ട്
ചെറിയ കാര്യമല്ല, സത്യമായിട്ടും. ഞങ്ങൾ അതുകൊണ്ടല്ലേ നിങ്ങളെ ഹീറോ ആയിട്ട് കണ്ടിരിക്കുന്നത്. സാധനമായിട്ട് അത് വേണ്ടട്ടോ, ചിലപ്പോൾ തലകുത്തിയാണ്, കോള താഴെ വരും. പിന്നീട് കുടിക്കാൻ പറ്റിയില്ലെങ്കിലോ? പിന്നീട് അത്ര പേടിയുണ്ടോ? അല്ല, പറയാൻ പറ്റില്ലല്ലോ. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഷൂട്ട് ചെയ്യണ്ടേ? നിങ്ങൾക്ക് കാണാനുള്ള ധൈര്യം ഉണ്ടോ? എന്തിനു ധൈര്യക്കുറവ്? ഞങ്ങൾ താഴെയല്ലേ നിൽക്കണേ. ഈശ്വര, തിരുവനന്തപുരം അല്ല കോഴിക്കോട് ചെയ്യണോ? കൊച്ചിയിലാണോ നിങ്ങളുടെ അന്ത്യാഭിലാഷം? അത് വെക്കാം. അല്ല, അതെന്തായാലും ഇൻഡൽമണിയിൽ കുറച്ച് വെക്കേണ്ടി വരും. തമാശ പറഞ്ഞ് പാവം സീരിയസ് ആവും. ഇതിൽ കയറാനായിട്ട് പുള്ളിയുടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കയറാൻ വേണ്ടിയിട്ട് ഞാനും ഒരു 300 ബാത്താണ് കൊടുക്കേണ്ടതിന്. കാരണം അവരൊരു ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട്. സോ ഞാനും ഒരു 300 ബാത്ത് കൊടുത്ത് അത് എടുക്കുകയാണ്. എടുത്തിട്ട് ഞങ്ങൾ നേരെ അതിൽ പോയി കയറാൻ പോകുന്നു. How was the experience? It was awesome. Awesome? Recommended for everyone. Oh, thank you. എൻ്റെ അമ്മേ, ഡൗൺ. ഒരു രക്ഷയില്ല, പുള്ളി റെഡി ആയി കഴിഞ്ഞു. കാലിലേക്ക് കെട്ടാനുള്ളത് അതിൻ്റെ പരിപാടികൾ. കാലിലേക്ക് അത് ലോക്ക് ചെയ്തു. ഓക്കെ. മുഖത്തെ പേടി കാണുന്നില്ലല്ലോ? ഇല്ല, മുഖത്തൊട്ടും കാണുന്നില്ല. നോ ജംപ്. ഓക്കെ, ഞങ്ങൾ പൊങ്ങാൻ പോവാണ് ഗായ്സ്. ലെറ്റ്സ് ഗോ. ഇതാ അവിടെ കൈ കാണിച്ചോ. യെസ്, വാവ്. ഓ, ഇതൊരു ഫീലാണല്ലോ. യെസ് യെസ് ഗായ്സ്, ജി സാറിന്റെ കുറെ നാളുകൾക്ക് സ്വപ്നം നടക്കാൻ പോവാണ്. ആ ടെൻഷൻ മുഖത്ത് കാണുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എൻ്റെ അമ്മ, ഗംഭീരം. ചിലപ്പോ ഞാനും ഒന്ന് ചാടിപ്പോട്ടോ. ഹെവി. അതെ, 60 മീറ്റർ കാണുന്ന പോലെ അല്ല കേട്ടോ. എൻ്റെ അമ്മേ. Okay, my friend, when you go up, you stand up and lock here, yeah? Ah. You can walk here. Okay, okay. When you jump, you can open your arm. Ah. When you jump out, okay? Okay. Don't cut this thing. When you jump out, very good for you. ഓക്കെ, ഓക്കെ. അത് ലോക്ക് ചെയ്യും, ചാടിക്കോളണം അങ്ങോട്ട്. എൻ്റെ അമ്മ, ഇത് ഹെവി ആയിപ്പോയി ചേട്ടാ. എൻ്റെ അമ്മ, പട്ടായ സിറ്റി ഫുള്ള് കാണാം. Everything. എവറിത്തിങ്. യാ, This is not gonna be easy, man. നോട്ട് ഈസി. താഴത്ത് കാണുന്ന പോലെയല്ല. ചാടില്ലേ? ചാടിയില്ലെങ്കിൽ മോശമാട്ടോ, യൂട്യൂബിൽ വരും. നിങ്ങൾ ചാടിയില്ലെങ്കിൽ ഞാൻ യൂട്യൂബിലിടും. അതുകൊണ്ട് ചാടാനാണ് നല്ലത്. യെസ് യെസ്, പെർഫെക്റ്റ്, കറക്റ്റ്. മുകളിലേക്ക് നോക്കിയ ഒരു ബുദ്ധിമുട്ടില്ല, താഴേക്ക് നോക്കുമ്പോഴാണ് ഭയങ്കര ഹൈ തോന്നുന്നത്. ഹെവി. Okay? Okay. അത്രേ ഉള്ളൂ, നത്തിങ്. Stand up, please. Yeah. ഒന്നുമില്ല, സംഭവം കിടിലമാണ്, വേറെ ലെവലാണ്.
കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകണം. Okay. ഫ്രണ്ടിലേക്ക്. Look too far away. Yeah, very good. More. More. Yeah. More. ജീസൺ More. പെർഫെക്റ്റ്. Yeah. Yeah. Little bit more. Okay. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നം നടക്കാൻ പോവാണ്. 3, 2, 1. Go. Go. X. ചാടിക്കോ, നേരെ ചാടിക്കോ. Go. Come on guys. Woo. രക്ഷയില്ലാത്ത ഫീലായിരുന്നു. ഗംഭീരം. പുള്ളി ചാടിയത് കേട്ടോ ഞാൻ പറയണത്. ഒരു രക്ഷയില്ല. ഇവിടെ വരുമ്പോൾ പക്ഷെ പേടിയാവട്ടോ, ചാടണമെങ്കിൽ ചെറുതായിട്ടൊന്നും പോരാ ധൈര്യം. ഇത് പട്ടായ സിറ്റി ഫുള്ള് കാണാം. ഞാൻ ഏറ്റവും ഹൈറ്റിലാണ്, 60 മീറ്റേഴ്സിൻ്റെ മുകളിലാണ് ഞാൻ ഉള്ളത്. ഹെവി എന്നൊക്കെ പറഞ്ഞാൽ ഹെവി. ഇത് ജയ്സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മെമ്മറി ആയിരിക്കും. ഇത് 60 മീറ്റേഴ്സാണ്. ഇനി ഞങ്ങൾ അടുത്ത് ചാടാൻ പോകുന്നത് 150 മീറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പുള്ളി വിറ്റാണോ ജീവിക്കണതെന്ന്. പുള്ളിക്ക് ധൈര്യമുണ്ട്, എനിക്കില്ല. Okay. Nice to meet you guys. Thank you. Nice to meet you. very much Thank for you. coming down. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ട്. അത് ചിലപ്പോൾ വലുതാവാം, ചിലപ്പോൾ ചെറുതാവാം. പക്ഷെ ഇത് സംസാരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. അത് പലപ്പോഴും നടക്കില്ലെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. പലപ്പോഴും വെറും സ്വപ്നം മാത്രമല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഐ സേ ഇറ്റ് ഈസ് പോസിബിൾ. യുവർ ഡ്രീം വിൽ കം ട്രൂ. ഞങ്ങളങ്ങനെ നേരെ നമ്മളുടെ ഇവിടെ ട്രാക്കിൽ വന്നിരിക്കുകയാണ്. ഇത് നമ്മളുടെ ഗോകാർട്ട് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പേര്, കാർട്ട് റേസിംഗ് തന്നെയാണ്. കാർട്ട് റേസിങ്ങിൽ കണ്ടില്ലേ ഇതുപോലത്തെ വണ്ടിയിൽ കണ്ടോ, ഇതിലിങ്ങനെ നമ്മൾ റോഡ് ഇങ്ങനെ ട്രാക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് പക്ഷെ ആര് ഷൂട്ട് ചെയ്യുന്നുള്ളത് കണ്ടറിയണം. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. എന്താണ് സ്പെഷ്യൽ കാർഡ് 400, സ്റ്റാൻഡേർഡ് എഞ്ചിൻ കാർഡ് 400, റേസിംഗ് കാർഡ് 600. നമ്മൾ റേസിംഗ് കാർഡാ വേറെ ലെവലാണ്. നമ്മൾ ഇവിടെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ 4 പേര് എടുക്കുന്നുണ്ട്. ഷവർ ക്യാപ്പൊക്കെ ഇടണം. ഇങ്ങനൊരു ഷവർ ക്യാപ്പ് ഉണ്ട്. ഇത് നമ്മൾ തലയിൽ വെക്കണം. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. സേഫ്റ്റി എന്ന് പറയണത് സേഫ്റ്റി അല്ല, അത് ആക്ച്വലി ഹെൽമെറ്റ് തലയിൽ വെക്കണ്ടേ. കാരണം ഇത് ഒരുപാട് പേര് തലയിൽ വെക്കണതല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ച് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഗൈസ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു.
യെസ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ കാർട്ട് റേസിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും റെഡി ആയിട്ട് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഒരുപാട് പേർ 2 ഫോറിനേഴ്സ് നിങ്ങൾ കാണുന്ന പോലെ 2 ഫോറിനേഴ്സ് ഇങ്ങനെ റേസിംഗ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഭയങ്കര സ്പീഡിലാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നമ്മൾ അതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ്. ഓക്കെ, തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഓടിക്കുന്നത് വിപിനാണ്. വിപിന് അത് പ്രത്യേക ഡ്രസ്സൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, ലൈഫ് ജാക്കറ്റ്. പക്ഷെ ഇത് എങ്ങനെ പുള്ളിയുടെ കോമ്പിനേഷൻ കിട്ടിയെന്നുള്ളതാണ്. പുള്ളിയുടെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റോ പെട്രോൾ തീരുമോ അങ്ങനെ എന്തോ ചെയ്തു. അത് കഴിയുമ്പോൾ ഇതുപോലൊരു വണ്ടി ബാക്കിൽ കൊണ്ട് തള്ളണം. How was the experience? Yeah. How super. Okay. Okay? Chef. അങ്ങനെ നമ്മളുടെ 4 വണ്ടി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ക്ലീൻ ചെയ്ത് സെറ്റാക്കി തരും. '23 അതാണ് എൻ്റെ വണ്ടി. നിങ്ങൾ ഫ്രണ്ടിൽ സെറ്റല്ലേ നിങ്ങളെല്ലാവരും? ഓക്കെ അല്ലേ?หักพวงมาลัยมันก็ไม่ได้ตัวคันแรกต้องหักพวงมาลัยตัวഗൈസ്, ഗംഭീര എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അതെ, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എന്തോരം വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഡ്രൈവർ ചേട്ടനെ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ ഈ ബാങ്കോക്കിലും തായ്ലൻഡിലൊക്കെ വന്നിട്ട് നമ്മൾ ചെറിയ ഇൻസെക്ട്സുകൾ, പാറ്റ, പുഴു പോലത്തെ സാധനങ്ങൾ, തേളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ അത് ട്രൈ ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടി. എങ്ങനെ കഴിക്കുന്നത് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. എന്തൊക്കെ വ്യത്യസ്ത തരം ഇൻസെക്ട്സുകളാണെന്നറിയോ? പാറ്റ, പഴുതാര, പുഴു, കൊതിയാവണം. പിന്നെ കുറേ തവളയുണ്ട്. തവളയൊക്കെ ഇങ്ങനെ മസിൽമാനായിട്ടുള്ള തവളകളാണ്. പിന്നെ നമ്മളുടെ തേളാണ് ഏറ്റവും വില കൂടുതൽ. കാരണം എനിക്ക് തോന്നുന്നു പ്രോട്ടീൻ തേളിലാണ് കൂടുതലെന്ന്. അതെല്ലാം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ ഓരോ സെക്ഷൻ പോകുമ്പോഴും പുഴു, അങ്ങനത്തെ പല പല ഇൻസെക്ട്സുകൾ നമുക്ക് കാണാൻ പറ്റും. സോ ഗംഭീര പരിപാടിയാണ്. കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തോന്നുന്നില്ല, പക്ഷെ എന്നാലും കഴിച്ചു നോക്കണം. കാരണം ഇതിൻ്റെ രുചി അറിയണമല്ലോ. പിന്നെ നമ്മുടെ ചിക്കൻ്റെ പാർട്സ്, അത് ഒരു മനുഷ്യൻ തിന്നാത്ത എല്ലാ സാധനങ്ങളും അവരോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു പാറ്റയെ തിന്നാനായിട്ട്. പാറ്റ 1 കിലോ ഞങ്ങൾ ഓർഡർ ചെയ്യുന്നു.
എപ്പിസോഡ് ഗംഭീര എപ്പിസോഡായിരുന്നു. നമ്മുടെ ഹീറോ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ബഞ്ചി ജമ്പിങ്ങിൽ ചാടിയ ആളാണ് ഗംഭീരമായിട്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കാർട്ട് റേസിങ്ങും എല്ലാ പരിപാടികളും അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി? അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബാങ്കോക്ക് എപ്പിസോഡുകളാണ്. അപ്പോൾ സൈനിങ് ഓഫ് പറയല്ലേ?